കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ മുന്നിൽ വേറെ വഴികൾ ഉണ്ടെന്ന തരൂരിന്റെ മുന്നറിയിപ്പ് ആയുധമാക്കിയാണ് CPM BJPയും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ തരൂർ കോൺഗ്രസിന് സൃഷ്ടിക്കുന്ന തലവേദന രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ഇവരുടെ കണക്കൂട്ടൽ. വിവാദത്തിൽ പരസ്യ പ്രതികരണത്തിന് തരൂർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഞാൻ ഒരു ശ്രമം നടത്താതെ, കേരളത്തിൽ ഒരു പ്രചരണം ചെയ്യാതെ എന്തോ ഞാൻ മുന്നോട്ട് നിൽക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ. അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാനുണ്ടാവും. അവർക്ക് പാർട്ടിക്ക് അത് താല്പര്യമില്ലെങ്കിൽ നമ്മൾ വേക്കാം, നമ്മുടെ പാട് നോക്കാം. കോൺഗ്രസിന് ആവശ്യമില്ലെങ്കിൽ തന്റെ മുന്നിൽ വേറെ വഴികളുണ്ട്. കേരളത്തിലെ മികച്ച നേതാവിനെ കണ്ടെത്താനുള്ള സ്വതന്ത്ര ഏജൻസികളുടെ സർവേയിൽ താൻ മുന്നിലാണ്. പാർട്ടിക്ക് വേണമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം. വേണ്ടെങ്കിൽ പുസ്തകം, പ്രഭാഷണം തുടങ്ങി ലോകവേദികൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ തരൂരിന്റെ മുന്നറിയിപ്പ്. തരൂർ വിചാരിച്ച പോലെ വിവാദങ്ങൾ കത്തിപ്പടർന്നു. പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് തരൂർ. വീണു കിട്ടിയ തുറുപ്പുചീട്ട് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ട് CPM. ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. തരൂരിന്റെ അഭിമുഖങ്ങളിലും പ്രസ്താവനകളിലും വലിയ സന്തോഷവും പങ്കുവയ്ക്കുന്നു. കോൺഗ്രസ്സുകാർ കോൺഗ്രസിന്റെ താല്പര്യത്തിനനുസരിച്ച് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയും MP-യും ഒക്കെയായി ജയിച്ചു വന്നത്. ഒരു പടി കൂടി കടന്നാണ് തോമസ് ഐസക്കിന്റെ പ്രതികരണം. കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥാവില്ല കേരള രാഷ്ട്രീയത്തിൽ. അദ്ദേഹം കോൺഗ്രസ് ഇന്ന് എത്ര പേരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? വിശ്വപൗരനായി വാതിൽ തുറന്നിടുന്നുണ്ട് BJPയും. അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രതിഭാശാലിയെ മനസ്സിലാക്കാനും ബഹുമാനിക്കാനും തയ്യാറാവാത്ത നേതൃത്വമാണ് കോൺഗ്രസ്സുകാർ. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് തരൂരിന്റെ ലക്ഷ്യമെന്ന് സംസ്ഥാന നേതൃത്വത്തിനൊപ്പം AICC വൃത്തങ്ങളും മനസ്സിലാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.